അപ്പോൾ ഈ തുണി പൊതിഞ്ഞ നിലയിലായിരുന്നു, ചെറിയ സ്മെല്ല്. അപ്പോൾ നോക്കി, അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിച്ച്, പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ച് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഏത് ഭാഗത്തായിട്ടായിരുന്നു മൃതദേഹം? ഇത് ഏതാണ്ട് ഈ അരു ഭാഗത്ത് തന്നെ, ഈ പുഴയുടെ ഇതാ ഈ അരു ഭാഗത്തായിട്ട് ഈ പുല്ലിനോട് തട്ടി ചെറുങ്ങനെ നിൽക്കുകയാണ്. ഈ പുല്ലിൽ തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു? അതെ, ഒലിച്ച് വന്ന് തട്ടിക്കൊണ്ട് നിൽക്കുന്ന സ്പോട്ടിലാണ്. തുണിയിലോ മറ്റോ പൊതിഞ്ഞ നിലയിലായിരുന്നു? തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു, ഒരു ചുവന്ന തുണിയിൽ. നിങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ പോലീസിൽ വിവരം അറിയിച്ചു? ശേഷം പോലീസ് വിവരം അറിയിച്ചാണ്. കണ്ടപ്പോ എന്താണ് തോന്നിയത്? പഴക്കം ചെന്ന മൃതദേഹം പോലെ തോന്നിയോ? ഇല്ല, ഞങ്ങൾ ആദ്യം വിചാരിച്ച എന്തോ പ്ലാസ്റ്റിക്കിന്റെ പാവയാന്ന്. അതായത് കാല് മാത്രമല്ല കാണുന്നുള്ളൂ, അരഭാഗത്തും കൂടി താഴെ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അതാണ്ട് കുഞ്ഞിനാന്ന്, കൈക്കുഞ്ഞാന്ന് മനസ്സിലായത്. ഈ പൊക്കിൾക്കൂടി ഈ കൈത്തുകൂടിയൊക്കെ ചുറ്റി നിലയിലായിരുന്നു. ഇത് ജീവനോട് കൂടി കുഞ്ഞിനെ ആരെങ്കിലും ഈ പുഴയിൽ തള്ളിയതാണോ, അതോ കൊന്നതിന് ശേഷം പുഴയിൽ ഉപേക്ഷിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോഴും ക്രൂരമായൊരു കൃത്യം നടന്നിരിക്കുന്നുവെന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. മനുഷ്യാവകാശ ദിനത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കാണുന്നത്. ഒരു